ആഭ്യന്തര ഹജ്ജ് പെർമിറ്റിനുള്ള അനുമതി നൽകുന്ന തസ്രീഖ് പ്ലാറ്റ്ഫോം പ്രവർത്തിച്ചു തുടങ്ങി. ഹജ്ജ് തീർത്ഥാടകർക്ക് മക്ക അടക്കമുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ലൈസൻസുകളും പെർമിറ്റുകളും തസ്രീഖ് പ്ലാറ്റ്ഫോം വഴി ലഭിക്കും. ഹജ്ജ് സംബന്ധമായ ജോലിക്ക് മക്കയിൽ പ്രവേശിക്കുന്ന തൊഴിലാളികൾക്കും ഉപകാരപ്പെടുന്നതാണ് ആപ്പ്. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് തസ്രീഖ് പ്ലാറ്റ്ഫോം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹജ്ജ് പെർമിറ്റുകൾക്കായുള്ള ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുള്ളത്. ആഭ്യന്തര അന്തർദേശീയ തീർത്ഥാടകർക്ക് മക്കയടക്കമുള്ള പുണ്യനഗരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുമതി നൽകുന്നതിനാണ് ഈ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നുസൂക്ക് പ്ലാറ്റ്ഫോം വഴി ഹജ്ജ് ഉംറ മന്ത്രാലയവുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്കും വളണ്ടിയർമാർക്കും യാത്രാ സൗകര്യമൊരുക്കുന്ന വാഹനങ്ങൾക്കും മക്കയിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും പ്രവേശിക്കുവാൻ പ്ലാറ്റ്ഫോം വഴി അനുമതി പത്രം ലഭിക്കും. തവക്കൽന ആപ്പ് വഴി ഹജ്ജ് പെർമിറ്റുകൾ കാണുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഹജ്ജ് തീർത്ഥാടകരെ സേവിക്കുന്നതിനായി എല്ലാ സർക്കാർ ഏജൻസികളുടെയും പങ്കാളിത്തത്തോടെയാണ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഹജ്ജിൽ ഉൾപ്പെട്ടിരിക്കുന്ന സർക്കാർ വിഭാഗവും സേവന ഏജൻസികളും തമ്മിൽ സാങ്കേതിക സമന്വയം ഇതുവഴി വർദ്ധിപ്പിക്കുവാനാകും. ഹജ്ജ് തീർത്ഥാടകർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിന് സംഭാവന നൽകുന്നതിനോടൊപ്പം തീർത്ഥാടകരുടെ കർമ്മങ്ങൾ എളുപ്പത്തിലും സുഖകരമായും നിർവഹിക്കുവാൻ കഴിയുന്ന തരത്തിൽ നടപടികൾ ക്രമീകരിക്കുകയും ചെയ്യും. ജാഫർ അലി പാലക്കോട്ട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.